സേവ് ബോക്സ് ഓൺലൈൻ ആപ്പ് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി തൃശൂരിൽ പിടിയിൽ. തൃശൂർ വിയൂർ സ്വദേശി സ്വാദിഖ് റഹീമിനെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സേവ് ബോക്സ് ആപ്പിന്റെ പേരിൽ വിവിധയിടങ്ങളിൽ ഫ്രാഞ്ചൈസികൾ തുടങ്ങാമെന്ന പേരിൽ ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് കേസ്. സേവ് ബോക്സ് ഓൺലൈൻ ബിഡിംഗ് ആപ്പ് എന്ന സംവിധാനത്തിലൂടെ ലക്ഷങ്ങൾ സമ്പാദ്യമുണ്ടാക്കാൻ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. നിലവിൽ തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഫ്രാഞ്ചൈസി തുടങ്ങി ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇയാളുടെ 21.5 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. ഇതുപോലെ ബിസിനസ് അവൻ്റെ സേവ് ബോക്സ് എന്ന് പറയുന്ന ഇ-കോമേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റും പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത്. ഇൻവെസ്റ്ററായിട്ടും ഷെയർ തരാമെന്നുള്ളൊരു ഓഫറിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങി പൈസയൊക്കെ അയച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പുള്ളി ക്ലോസ് ചെയ്ത്, അതായത് ഓഫീസ് അടച്ച് പോവാനുണ്ടായത്. പിന്നെ ഫോണിൽ കിട്ടില്ല, എത്ര വിളിച്ചാലും ഫോൺ ചെയ്യില്ല. പിന്നെയാണ് മനസ്സിലായത് ഒരുപാട് പേര്, ഇത് പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പേര് ഇതിൽ പെട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ പൈസകളും വലിയ വലിയ പൈസകളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ അറിയണത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു പരാതിയായിട്ട് കൊടുത്തിരുന്നു. 1.5 വർഷത്തോളം ഞാൻ ഫോളോ അപ്പ് ചെയ്തിരുന്നു, കാര്യമായിട്ട് സമയമൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ തരാം, പിന്നെ അത് കഴിയുമ്പോൾ ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയി, എല്ലാം കൊണ്ടും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴാണ് ഞാനിവിടെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തത്. കഴിഞ്ഞ ഡിസംബറിൽ എടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലേലം ചെയ്ത് എടുക്കാനുള്ള സംവിധാനമാണ് സേവ് ബോക്സ് ആപ്പിൽ ഒരുക്കിയിരുന്നത്. എന്നാൽ ഈ ആപ്പിന്റെ ഫ്രാഞ്ചൈസി തുടങ്ങാനെന്ന പേരിൽ ലക്ഷങ്ങൾ വാങ്ങുകയും ലാഭവിഹിതമോ മുതലോ തിരിച്ചു നൽകാനാവാതെ വന്നതോടെയാണ് പണം നിക്ഷേപിച്ചയാൾ പരാതിയുമായി രംഗത്തെത്തിയത്. അതേസമയം സ്വാതിഖിന്റെ പല സിനിമാ താരങ്ങളുമായുള്ള ബന്ധവും ഇയാൾ തട്ടിപ്പിന് ഉപയോഗിച്ചുവെന്നാണ് വിവരം. ഇയാളുടെ അറസ്റ്റോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.